പ്രത്യേകിച്ചും ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി വളരെ ചെറിയൊരു സമയത്തിനുള്ളിലാണ് നമുക്ക് ഈ ഒരു സമയം അനുവദിച്ച് കിട്ടിയത്. അതുകൊണ്ട് ആ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ കോഴഞ്ചേരി ഒന്നായി നിന്നുകൊണ്ട് നമ്മുടെ ഈ ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്ത എല്ലാ ബഹുമാന്യരും ഏറ്റവും പ്രിയപ്പെട്ടവരുമായ ഏവരുമേ പേരെടുത്ത് എല്ലാവരെയും പറഞ്ഞതായിട്ട് കണക്കാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നലെയൊക്കെ രാത്രി വൈകിയും ഇതെല്ലാം ക്രമീകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ജനകീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കൾ, അതുപോലെ നമ്മുടെ മുൻ ജനപ്രതിനിധികൾ, പ്രസിഡന്റുമാരുൾപ്പെടെ, മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചവരുൾപ്പെടെ, മുൻ മെമ്പർമാരുൾപ്പെടെ എല്ലാവരും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ നിർമ്മാണത്തിന്റെ ചുമതല ഏറ്റെടുത്ത ഹൈറ്റ്സ്, അതുപോലെ കോൺട്രാക്ടർ ഉൾപ്പെടെ എല്ലാവരും, പ്രിയ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ കോഴഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജില്ലാ ആശുപത്രി, കോഴഞ്ചേരി ജില്ലാ ആശുപത്രി പുതിയ കാലത്തിന്റെ നിർമ്മാണത്തിലൂടെ ആധുനികമായ മുഖം കൈവരിച്ചിരിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 30.55 കോടി രൂപ വിനിയോഗിച്ചുകൊണ്ട്, കിഫ്ബിയിലൂടെ വിനിയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ പുതിയ ബ്ലോക്ക് ഇവിടെ സാധ്യമാക്കിയിരിക്കുന്നത്. നമ്മുടെ ഈ ആശുപത്രി നമുക്കറിയാം, കോഴഞ്ചേരിയുടെ മധ്യഭാഗത്ത്, ജില്ലയുടെ മധ്യഭാഗത്താണ് ഏതാണ്ട് കോഴഞ്ചേരി സ്ഥിതി ചെയ്യുന്നത്. മാരാമൺ കൺവെൻഷനും ചെറുകോൽപ്പുഴ കൺവെൻഷനും അതോടൊപ്പം തന്നെ ശബരിമല സീസണിലുമൊക്കെ ധാരാളം ആളുകൾ വന്ന് കടന്നു പോകുന്ന ഒരു പ്രദേശമാണ് കോഴഞ്ചേരി. അപ്പോൾ കോഴഞ്ചേരിയിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം, സർക്കാർ സ്ഥാപനം കൂടിയാണ് നമ്മുടെ ജില്ലാ ആശുപത്രി. ഈ കാലഘട്ടത്തിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ കഴിഞ്ഞ 10 വർഷമായി നമ്മളൊരു മിഷൻ അടിസ്ഥാനത്തിൽ ഒരു പ്രവർത്തനം നടത്തി വരുന്നുണ്ട്. ആ മിഷന്റെ പേര് ആർദ്രം എന്നാണ്. ആർദ്രം എന്ന പേര് അർത്ഥമാക്കുന്നത് പോലെ തന്നെ ഒരു രോഗമുണ്ടായാൽ ഇത് ശരീരത്തിന് മാത്രമല്ല, മനസ്സിനെ അസ്വസ്ഥമാക്കും. അതോടൊപ്പം നമുക്ക് മറ്റ് സാമ്പത്തികമായിട്ടുള്ള ചിലപ്പോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള ശരീരത്തിന്റെയും മനസ്സിന്റെയും പിന്നെ വ്യക്തിക്കും കുടുംബത്തിനും ഒക്കെ ഉണ്ടാകുന്ന സാമ്പത്തിക പ്രയാസങ്ങളും ഒക്കെ അകറ്റുന്നതിന് വേണ്ടി എന്തെല്ലാം ഇടപെടൽ ഒരു സർക്കാരിന് സാധ്യമാക്കാൻ കഴിയും, അതാണ് നമ്മൾ ആർദ്രത്തിലൂടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തെ ഘട്ടമായി നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാനായിട്ട് നമ്മൾ പദ്ധതികൾ ആവിഷ്കരിച്ചു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് കോഴഞ്ചേരിയിൽ പണ്ട് എന്താണ് ഈ കിഫ്ബിയുടെ പ്രസക്തി എന്നുള്ളത് നമ്മൾ കണക്കാക്കുമ്പോൾ, പണ്ട് മുൻപ് 10 വർഷം മുൻപ് നമ്മൾ ഒരു ആശുപത്രിക്ക് ഒരു ഫണ്ട് വെക്കണമെങ്കിൽ 5 ലക്ഷം രൂപ ഒരു വർഷം വെക്കാൻ സാധിക്കും, പരമാവധി, അല്ലെ 10 ലക്ഷം രൂപ. അപ്പോ 1 കോടി രൂപയുടെ ഒരു വർക്ക് ചെയ്യണമെങ്കിൽ എത്ര വർഷം എടുക്കും? 10 വർഷം എടുക്കും, 10 ലക്ഷം രൂപ വെച്ചാൽ തന്നെ. അപ്പൊ 30 കോടി രൂപയുടെ ഒരു വർക്ക് ചെയ്യണമെങ്കിലോ എത്ര വർഷം എടുക്കും? 1 കോടി രൂപയ്ക്ക് 10 വർഷം എടുക്കുമെങ്കിൽ 30 കോടി രൂപയ്ക്ക് 30 വർഷങ്ങൾ എടുക്കും ഇതുപോലെ ഒരു കെട്ടിടം സാധ്യമാക്കാൻ 10 വർഷങ്ങൾക്ക് മുൻപ്. അത് മാത്രമല്ല, ഇവിടെ ഈ കെട്ടിടം സാധ്യമാക്കുമ്പോൾ അവിടെ ഉപകരണങ്ങൾ, ഫർണിച്ചർ, ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് കിഫ്ബി ഈ നിർമ്മാണം സാധ്യമാക്കുന്നത്. കോഴഞ്ചേരിയിലും പത്തനംതിട്ടയിൽ നമുക്ക് ഇതേപോലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാവുകയാണ്. കോന്നിയിൽ നമ്മുടെ മെഡിക്കൽ കോളേജ്, നമ്മുടെ ജില്ലയുടെ മെഡിക്കൽ കോളേജാണ് കോന്നിയിൽ. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സാധ്യമാക്കി അവിടെ ഒരു മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ നമുക്ക് സാധിച്ചു. ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അനുമതി നേടിയെടുക്കുക എന്നുള്ളത്. അവിടെ കുട്ടികൾ 4ാം വർഷം, ഈ സർക്കാരിന്റെ 2ാം വർഷമാണ് നമ്മൾ അനുമതി നേടിയെടുത്തത്. 4ാം വർഷം കുഞ്ഞുങ്ങൾ അവിടെ പഠിക്കുന്നു.
അതുപോലെ നഴ്സിംഗ് കോളേജുകൾ, കൊന്നിയിൽ നഴ്സിംഗ് കോളേജ് തുടങ്ങി, പത്തനംതിട്ടയിൽ നഴ്സിംഗ് കോളേജ് തുടങ്ങി, കോഴഞ്ചേരിക്ക് അടുത്ത് ആറന്മുളയിലും, അതായത് കേപ്പിന്റെ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ആ ക്യാമ്പസിൽ കേപ്പ് തന്നെയാണ് ആരോഗ്യവകുപ്പ് അനുവാദം നൽകി. ആ അനുവാദത്തിന്റെ അടിസ്ഥാനത്തിൽ കേപ്പ് നഴ്സിംഗ് കോളേജ് തുടങ്ങി. അവിടുത്തെ അധ്യാപകർ ഇവിടെ ഇരിപ്പുണ്ട്. അവിടുത്തെ കുട്ടികളെ നമ്മളിവിടെ നമ്മുടെ കോഴഞ്ചേരി ഹോസ്പിറ്റലിലാണ് പോസ്റ്റ് ചെയ്യുന്നത്. തിരുവല്ല ആശുപത്രി, അടൂർ ആശുപത്രി ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോവുകയാണ്. കോന്നി താലൂക്ക് ആശുപത്രി, അതുപോലെ റാന്നി ആശുപത്രി, എഴുമറ്റൂർ ആശുപത്രി, ഇങ്ങനെ എല്ലാ താലൂക്ക് ജില്ലാ ജനറൽ ആശുപത്രികളിലും പുതിയ കാലത്തിന്റെ നിർമ്മാണം സാധ്യമായി. ഇനി നമ്മുടെ കോഴഞ്ചേരി ആശുപത്രിയിൽ തന്നെ നമുക്ക് പുതിയ ഒട്ടേറെ സംവിധാനങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ 6 വർഷം മുൻപ് ഇവിടെ ഡയാലിസിന്റെ പുതിയ കിഫ്ബിയിലൂടെ ഡയാലിസിസ് മെഷീൻസ് അനുവദിച്ചിരുന്നു. ഇപ്പോ നമ്മളിവിടെ കണ്ണിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സമർപ്പിതമായിട്ടുള്ള ഐ യൂണിറ്റ് കോഴഞ്ചേരിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് നമ്മുടെയൊക്കെ വീടുകളിൽ, അല്ലെങ്കിൽ നമ്മൾ തന്നെ 60 വയസ്സിന് മുകളിലുള്ളവരാണ്, സീനിയർ സിറ്റിസൺസ് ആണ് നമ്മളിൽ പലരും. അപ്പോ ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് കോഴഞ്ചേരിയിൽ ഒരു വയോജന വാർഡ് അതിമനോഹരമായി സാധ്യമാക്കി. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയി, വളരെ മനോഹരമായി ഒരു വയോജന വാർഡ് സാധ്യമാക്കി. ഇനി ദേശീയ ഗുണനിലവാര സർട്ടിഫിക്കേഷൻ ഉള്ള ഗൈനക്കോളജി വിഭാഗം നമ്മുടെ കോഴഞ്ചേരി ആശുപത്രിയിൽ സാധ്യമാക്കി. അതും 1.5 കോടിയോ 2.5 കോടിയോ രൂപ വിനിയോഗിച്ചുകൊണ്ടാണ് നമ്മളത് സാധ്യമാക്കിയിട്ടുള്ളത്. ഓപ്പറേഷൻ തിയേറ്ററും അതോടൊപ്പം തന്നെ ലേബർ റൂമും ലേബർ വാർഡും ഒക്കെ ഉള്ള ലക്ഷ്യ സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള ഗൈനക്കോളജി വിഭാഗം നമ്മളിവിടെ സാധ്യമാക്കിയിട്ടുണ്ട്. അപ്പോ നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു നിർമ്മാണം സാധ്യമാക്കുമ്പോൾ 4 നിലകളിലായിട്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. 5858 സ്ക്വയർ മീറ്ററിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ബേസ്മെന്റ്, ലിംസ് സെന്റർ, പാർക്കിംഗ് സൗകര്യം എന്നിവ ഇതില് ബേസ്മെന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ കാഷ്വാലിറ്റി, ആ കാഷ്വാലിറ്റിയിൽ തന്നെ ട്രയാൽ സംവിധാനം, ഒരു ട്രോമയൊക്കെ ഉണ്ടായാൽ, ഒരു അപകടമൊക്കെ ഉണ്ടായാൽ നമ്മൾ ഇവിടേക്ക് ആളുകളെ കൊണ്ടുവന്നാൽ 3 സോണായിട്ട് തിരിച്ചായിരിക്കും ഇവിടെ സേവനം നൽകുക. ഒന്ന് ഗ്രീൻ സോൺ, യെല്ലോ സോൺ, റെഡ് സോൺ എന്നിങ്ങനെയായിരിക്കും. അപ്പൊ അപകടത്തിന്റെയോ അല്ലെങ്കിൽ ട്രോമയുടെ തീവ്രത അനുസരിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ഗുരുതരാവസ്ഥയിലുള്ളവരെ റെഡ് സോണിലേക്ക് കൊണ്ടുപോകും. ആ റെഡ് സോണിലുള്ളവർക്ക് പെട്ടെന്ന് കെയർ ആവശ്യമുള്ളവരായിരിക്കും. ചിലപ്പോൾ തലയിൽ ഇഞ്ചുറി ഉണ്ടാകും, പെട്ടെന്ന് കെയർ വേണം. ഗ്രീൻ സോൺ, യെല്ലോ സോണിലാണെങ്കിൽ അത്രയും തീവ്രത ഉള്ളവരാകില്ല. ഗ്രീൻ സോണിൽ അതിനേക്കാളും കുറഞ്ഞ തീവ്രതയുള്ളവരായിരിക്കും. അപ്പൊ ക്വാളിറ്റി, ലോകത്ത് തന്നെ അംഗീകരിക്കപ്പെട്ട ട്രോമ കെയർ പ്രോട്ടോകോളിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ ട്രയാസ് സംവിധാനം. അതുപോലെ OP ഫെസിലിറ്റീസ് ഇവിടെയുണ്ട്. ഓർത്തോ OP, ഡയഗ്നോസ്റ്റിക്സ്, മൈനർ ഓപ്പറേഷൻ തിയേറ്റർ, OP കൗണ്ടർ, അതുപോലെ പ്രൊസീജിയർ മുറി, ലാബ്, ECG, CT സ്കാൻ, എക്സ്റേ, ഡെന്റൽ എക്സ്റേ എന്നിവ ഗ്രൗണ്ട് ഫ്ലോറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 1ാം നിലയിൽ OP മുറികൾ, വീണ്ടും ഫാർമസി, ലാബ് ഉൾപ്പെടെ, അതുപോലെ ജീവിതശൈലി രോഗങ്ങളുടെ ക്ലിനിക്കുകളുണ്ട്. പ്രമേഹം, രക്തസമ്മർദ്ദം ആദിയായ ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവർക്ക് പ്രത്യേകമായിട്ടുള്ള ക്ലിനിക്ക് നമ്മുടെ 1ാം നിലയിൽ, 1ാം നില എന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ കണക്കിലാക്കി ബേസ്മെന്റ് ഉണ്ട്, പിന്നെ കയറി ചെല്ലുന്നത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ, പിന്നെ 1ാം നില. ലിഫ്റ്റ് സൗകര്യമുണ്ട്. 2ാം നിലയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കും ക്യാൻറ്റീനും ട്രെയിനിങ് സെന്ററും റെക്കോർഡ് റൂമും മീറ്റിംഗ് ഹാളും ഒക്കെ ഉൾപ്പെടെയാണ് അവിടെ സാധ്യമാക്കിയിരിക്കുന്നത്. ഇതുകൂടാതെ നമ്മുടെ കോഴഞ്ചേരി ആശുപത്രിയിൽ 2024-25 സാമ്പത്തിക വർഷത്തെ ആരോഗ്യ കേരളം പരിപാടിയിൽ ഉൾപ്പെടുത്തി 3 കോടി രൂപ അനുവദിച്ചു. അതിൽ നമ്മൾ ഭരണാനുമതി പൂർത്തീകരിച്ചു. അപ്പൊ 3 കോടി രൂപ കൂടി നമ്മുടെ വാർഡുകളുടെ ശാക്തീകരണത്തിന്, നിലവിലുള്ള വാർഡുകളുടെ ശാക്തീകരണത്തിന് വേണ്ടി അത് നമ്മൾ ഇവിടെ അനുവദിച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് തന്നെ അതിന്റെ നിർമ്മാണം നമുക്ക് നടത്താനായിട്ട് ടെൻഡർ നടപടികളും പൂർത്തീകരിച്ചു. അതിപ്പോൾ അതിന്റെ നിർമ്മാണവും ആരംഭിക്കും. ഇതുകൂടാതെ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്ക് നമ്മളിവിടെ ആരംഭിക്കാനായിട്ട് കഴിഞ്ഞു. വന്ധ്യതാ നിവാരണ ക്ലിനിക്ക് പത്തനംതിട്ട ജില്ലയിൽ നമ്മുടെ കോഴഞ്ചേരി ആശുപത്രിയിൽ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞു. അതിന്റെ ഒരു പ്രയോജനം എവിടെയാണെന്ന് അറിയാമോ? സ്വകാര്യ ആശുപത്രികളിൽ വളരെ ചിലവേറിയ ചികിത്സയാണ് വന്ധ്യതാ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അത് നമുക്കിവിടെ ആരംഭിക്കാനായിട്ട് കഴിഞ്ഞു. അതുകൂടാതെ ഈ ലെവൽ 1 വന്ധ്യതാ നിവാരണ ക്ലിനിക്കിൽ പ്രാഥമിക കൗൺസിലിംഗ് ഉണ്ട്, ഹോർമോൺ പരിശോധനയുണ്ട്, അതുപോലെ ഒട്ടനേകം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകൾ ഇവിടെ സാധ്യമാകുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഒരു മുഖ്യധാര മാധ്യമത്തിലും
ഇതൊന്നും കാണില്ല. കാരണം ഇത് മുഖ്യധാര മാധ്യമങ്ങൾ കൊടുക്കാത്തതിന്റെ കാരണം എന്താണ് എന്നുള്ളത് വാസ്തവത്തിൽ നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണ്. ഇവിടെ ഒരു വയോജന വാർഡുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളിൽ, നമ്മുടെ ഈ കോഴഞ്ചേരിയിലും പരിസര പ്രദേശത്തും ഉള്ളവരും, നമ്മുടെ തൊട്ട് പഞ്ചായത്തുകളിൽ ഉള്ളവർ, അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്ന് ഇവിടെ ഒരു കിടത്തി ചികിത്സ വേണമെങ്കിൽ ഇവിടെ വന്ന് സ്വസ്ഥമായി സൗജന്യമായിട്ടുള്ളവർക്ക് ആണെങ്കിൽ അങ്ങനെ, അതല്ല മിതമായിട്ട് പേ ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ, APL വിഭാഗത്തിലുള്ളവരാണെങ്കിൽ മിതമായിട്ട് പേ ചെയ്ത് ഇവിടെ ലക്ഷക്കണക്കിന് രൂപ അവിടെ ചിലവഴിച്ച് സ്വകാര്യ മേഖലയിൽ ചികിത്സ തേടുന്നവർ, അവർക്ക് ഏറ്റവും മിതമായ നിരക്കിൽ നമുക്കിവിടെ ചികിത്സ കൊടുക്കാൻ കഴിയും. ഇന്ന് രാവിലെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു. അനിൽകുമാർ എനിക്ക് അയച്ചു തന്നത് SIT ഹോസ്പിറ്റലിലെ സൂപ്രണ്ട്, തിരുവനന്തപുരം SIT ഹോസ്പിറ്റലിലെ സൂപ്രണ്ടായിട്ടുള്ള ഡോക്ടർ ബിന്ദുവാണ്. അപ്പൊ ബിന്ദു ഡോക്ടർ അയച്ചു തന്ന ഫേസ്ബുക്ക് പോസ്റ്റ് എന്നോട് അയച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്നു നമ്മുടെ ടീമിനെ ഓർത്ത്, അതുകൊണ്ട് നമ്മൾ ഒരിക്കലും തളർന്നു പോവില്ല എന്ന് പറഞ്ഞു. അതായത് സർക്കാർ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച്. അപ്പൊ ആ പോസ്റ്റിന്റെ ഉള്ളടക്കം ഇതാണ്. ഒരു അച്ഛൻ എഴുതിയിരിക്കുകയാണ്. ആ അച്ഛന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പേര് സഹിതമാണ് ഡോക്ടർ എനിക്ക് ഷെയർ ചെയ്ത്. ഞാൻ ആ പേജ് അതുപോലെ തന്നെ എന്റെ പേജിൽ ഷെയർ ചെയ്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ മകൾ ഗർഭിണിയായി. അപ്പൊ മകൾ പറഞ്ഞു തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പോകണം. സ്വകാര്യ ആശുപത്രിയിൽ ശരി, മാതാപിതാക്കൾ അച്ഛനും അമ്മയും പറഞ്ഞു ശരി അവിടെ പോകാം എന്ന് പറഞ്ഞു. അപ്പോ ഡേറ്റ് ആകുന്നതിന് അപ്പോ അവസാന ഒരു 2-3 ആഴ്ചകൾക്ക് മുൻപ്, അതോ അതിനു മുൻപാണോ എന്ന് ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല, ഡോക്ടറെ കാണാൻ ചെന്നപ്പോ പറഞ്ഞു ഇന്ന് അഡ്മിറ്റ് ആകണം, ഇന്ന് സിസേറിയൻ ചെയ്യാനായിട്ട് പോവുകയാണ്, അല്പം പ്രശ്നമുണ്ട്, ഗുരുതരമായിട്ടുള്ള സ്ഥിതിയാണ്, ഇപ്പൊ സിസേറിയൻ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്കൊരു സംശയം തോന്നി, അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലല്ലോ, പിന്നെ പെട്ടെന്ന് സിസേറിയൻ ചെയ്യേണ്ടതായിട്ടുണ്ടോ? അങ്ങനെ ഇവർ ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി SIT ആശുപത്രിയിലേക്ക് പോയി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ള SIT ആശുപത്രിയിലേക്ക് പോയി. ആ SIT ആശുപത്രിയിൽ ചെന്നപ്പോ ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ലല്ലോ, എല്ലാം വളരെ നോർമലാണ്, മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് വീട്ടിൽ പോയിട്ട് ഇനി ഇടയ്ക്ക് അവസാന ആഴ്ചകളാകുമ്പോൾ ആഴ്ചയിൽ ഇടയ്ക്ക് ആഴ്ചയിൽ തന്നെ ഡോക്ടറെ വന്ന് കാണണമല്ലോ, അപ്പൊ അടുത്ത പ്രാവശ്യം വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പോയി, വീട്ടിൽ പോയി, പിന്നെ വന്നു, ഡോക്ടറെ കണ്ടു, പിന്നെ വന്നു. ഡ്യൂ ഡേറ്റിന്റെ അടുത്ത് പ്രസവം നടന്നു. 2 കുട്ടികൾ, ഇരട്ട കുട്ടികളായിരുന്നു. ആ 2 കുട്ടികളും അമ്മയും സുഖമായിരിക്കുന്നു. എന്നിട്ട് അച്ഛൻ എഴുതിയിരിക്കുകയാണ്, എനിക്കിപ്പോൾ മനസ്സിലാകുന്നു എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന്. 1, സിസേറിയന്റെ ലക്ഷക്കണക്കിന് ബില്ല്. 2, ഈ കുഞ്ഞുങ്ങൾ പ്രായപൂർത്തിയാകാതെ ജനിക്കുമ്പോൾ, അല്ല മെച്ചുറാകാതെ പ്രിമച്ചുറായിട്ട് ജനിക്കുമ്പോൾ, മാസം തികയാതെ ജനിക്കുമ്പോൾ അവരെ ആ രീതിയിലുള്ള ചികിത്സ നൽകുന്നതിന് വേണ്ടി വരുന്ന ചിലവ് എങ്ങനെ പോയാലും ലക്ഷക്കണക്കിന് രൂപ ആ സ്വകാര്യ ആശുപത്രിയിൽ അടയ്ക്കേണ്ടി വരുമായിരുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ ഒരു അച്ഛൻ സ്വന്തം അനുഭവം ഇന്ന് രാവിലെ അദ്ദേഹം ഇന്നലെയോ മറ്റോ ആണ് എഴുതിയത്, അദ്ദേഹം ലോകത്തോട് പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ സർക്കാർ ആരോഗ്യ മേഖലയെ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞു. ഇതാണ് യാഥാർത്ഥ്യം. നമ്മുടെ ഇവിടെ കോഴഞ്ചേരി ആശുപത്രിയിൽ ചെയ്യുന്ന ഡയാലിസിസുകളുടെ എത്ര സെഷനാണെന്നറിയാം? 703 സെഷൻസ് നടക്കുന്നുണ്ട്. അപ്പൊ 703 സെഷൻ എന്ന് പറയുമ്പോൾ അത്രയും, ഓരോ സെഷനിലും ഇത്ര ഡയാലിസിസ് യൂണിറ്റുകൾ, അത്രയും ആളുകൾക്ക് ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. ഒരു ആൾക്ക് ഡയാലിസിസ് ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞത് സ്വകാര്യ മേഖലയിൽ ചെലവാകുന്നത് 1500 രൂപയാണ് ഒരു ഡയാലിസിസ്. ആഴ്ചയിൽ 3 ഡയാലിസിസ് വേണ്ടി വന്നാൽ 4500 രൂപ. ഒരു മാസം ഡയാലിസിസ് ചെയ്യണമെങ്കിൽ 4500 ഗുണം 4, 18000 രൂപ ഒരു മാസം ഡയാലിസിസിന് ചെലവാകും. അവിടെയാണ് നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ സ്കീമുകളിൽ സൗജന്യമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും മിതമായി ഡയാലിസിസ് ചെയ്യുന്നത്. ഒരു ദിവസം കേരളത്തിൽ ഡയാലിസിസ് ചെയ്യുന്നവരുടെ എണ്ണം 3000 നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ 3000 രോഗികൾ നമ്മുടെ കേരളത്തിന്റെ സർക്കാർ ആശുപത്രികളിൽ മാത്രം ഡയാലിസിസ് ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ട്. അപ്പൊ 3000 ഗുണം
1500 മിനിമം. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ മണ്ഡലത്തിൽ തന്നെ എവിടെയോ പ്രസംഗിച്ചപ്പോൾ പ്രസംഗം കഴിഞ്ഞിട്ട് ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മിനിസ്റ്റർ പറഞ്ഞതിലൊരു തെറ്റുണ്ട്, 1500 രൂപയല്ല, എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതിന് 2250 രൂപയാണ് ഞാൻ ഒരു തവണ ഡയാലിസിസ് ചെയ്യുമ്പോൾ. അപ്പൊ 3000 ഗുണം 1500, ഒന്ന് ആലോചിച്ച് നോക്കിയേ, കോടിക്കണക്കിന് രൂപ സ്വകാര്യ മേഖലയിലേക്ക് പോകേണ്ട രൂപ ആളുകൾക്ക് ചെലവാകാതെ വരും. ചെലവാകാന്ന് വെച്ചാൽ ചെലവാക്കേണ്ടി വരുന്നില്ല, കയ്യിൽ ഉണ്ടായിട്ട് ചെലവാക്കാതിരിക്കുമല്ലോ. ഭൂരിപക്ഷം ആളുകൾക്കും ഒരു ദിവസം 1500 രൂപ എന്ന് പറയുന്നത് വലിയൊരു തുകയാണ്. അപ്പോൾ ആ പ്രതിസന്ധി ഉണ്ടാകാതിരിക്കുന്നു. ഇങ്ങനെ ഓരോ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ ഉദ്ഘാടനമായിരുന്നു. 14 നിലകളുള്ള പുതിയ ബ്ലോക്ക്. അവിടെ റോബോട്ടിക് സർജറി ആരംഭിച്ചു. സ്വകാര്യ മേഖലയിൽ എന്താണ് റോബോട്ടിക് സർജറിയുടെ ഗുണം? പ്രിസിഷനാണ്. അതായത് ഒരു ക്യാൻസർ സെല്ല് പോലും ശേഷിക്കുന്നില്ല എന്ന് മനുഷ്യൻ ചെയ്യുന്നതിനേക്കാളും ആക്യുറേറ്റ് ആയിട്ട് കൃത്യമായിട്ട് റോബോട്ട് ചെയ്യും, കൃത്യമായിട്ട് ചെയ്യും. അതിനാണ് റോബോട്ടിക് സർജറി ചെയ്യുന്നത്. അപ്പൊ റോബോട്ടിക് സർജറി അവിടെ ചെയ്യുമ്പോൾ പുറത്ത് സ്വകാര്യ മേഖലയിൽ 8 ലക്ഷം രൂപയാണ് ഒരു റോബോട്ടിക് സർജറിക്ക്. RCC മലബാർ ക്യാൻസർ സെന്ററും സർക്കാർ സ്ഥാപനങ്ങളും ചെയ്യുന്നത് സൗജന്യമായി. 200 റോബോട്ടിക് സർജറി ഇതിനോടകം RCC ചെയ്തു. എത്ര ലക്ഷം രൂപ പുറത്ത് സ്വകാര്യ മേഖലയ്ക്ക് കിട്ടേണ്ട പണം സർക്കാർ മേഖലയിൽ ഈ ആരോഗ്യ സംവിധാനം ഏർപ്പെടുത്തിയതിലൂടെ തടസ്സപ്പെട്ടു. നമ്മൾ ചിന്തിക്കണം. ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ചികിത്സകളും ഇന്ന് നമ്മുടെ കേരളത്തിലെ ജില്ലാ ആശുപത്രികളിൽ, എറണാകുളം ജില്ലാ ആശുപത്രിയിൽ വൃക്ക മാറ്റിവെക്കുന്നു. 9ാമത്തെ വൃക്ക മാറ്റിവെച്ച ശസ്ത്രക്രിയ നടക്കാൻ പോകുന്നു. ഹൃദയം മാറ്റിവെക്കിയ ശസ്ത്രക്രിയ ജില്ലാ ആശുപത്രികളിൽ നടക്കുന്നു. കരൾ മാറ്റിവെക്കിയ ശസ്ത്രക്രിയ 45-50 ലക്ഷം രൂപയാണ് സ്വകാര്യ മേഖലയിൽ. അത് സൗജന്യമായി സർക്കാർ സംവിധാനത്തിൽ നടത്തുന്നു. അപ്പോ ആരുടെ ആവശ്യമാണ് ഈ സർക്കാർ ആശുപത്രിയിൽ വരുന്ന 3000 രോഗികളെ സർക്കാർ ആശുപത്രികളിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? ആൻജിയോപ്ലാസ്റ്റി 6 ലക്ഷം രൂപ സ്വകാര്യ മേഖലയിൽ ചെയ്യുമ്പോൾ സർക്കാർ സംവിധാനത്തിൽ ഒരു ദിവസം 200 പേർ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നുണ്ട് ഒരു ദിവസം. ആ 200 പേരെ പുറത്തെത്തിക്കേണ്ടത് ആരുടെ ആവശ്യം? അവരെ സർക്കാർ ആശുപത്രികൾ ഉപേക്ഷിക്കേണ്ട രീതിയിലേക്ക് എത്തിക്കേണ്ടത് ആരുടെ ആവശ്യം? നാം ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞതിന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. കേരളത്തിന്റെ നമ്മൾ കേൾക്കുന്ന പ്രധാനപ്പെട്ട പ്രൈവറ്റ് ആശുപത്രികളെല്ലാം ആഗോള കുത്തക കമ്പനികൾ ഏറ്റെടുത്തു കഴിഞ്ഞു. നമ്മൾ യൂട്യൂബിലൊക്കെ ഡോക്ടർ കൈമളിനെ പോലെയുള്ള ഡോക്ടേഴ്സ്, അവരൊക്കെ സർക്കാർ സംവിധാനത്തിലുള്ളവരല്ല, പുറത്തുള്ളവരാണ്. അവരൊക്കെ ഇത് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിലും ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഈ വന്ന കമ്പനികൾ പലതും മറ്റ് രാജ്യങ്ങളിൽ ആശുപത്രികൾ നടത്തുന്നവരല്ല, അവർ മരുന്ന് കമ്പനികൾ നടത്തുന്നവരാണ്. മരുന്ന് കമ്പനികൾ നടത്തുന്നവർ കേരളത്തിലെ ആശുപത്രികളിൽ, സ്വകാര്യ ആശുപത്രികളിൽ 80-90% ഷെയർ എടുത്തു. കേരളത്തിന് പുറത്ത് 1.5 കോടി രൂപ ഒരു ബെഡിന് നിക്ഷേപിച്ചുവെങ്കിൽ കേരളത്തിനകത്ത് അവർ നിക്ഷേപിച്ചിരിക്കുന്നത് 2.5 കോടി രൂപ ഒരു ബെഡിന്. ആരിൽ നിന്ന് ഈടാക്കും? നമ്മളിൽ നിന്ന് ഈടാക്കും. എങ്ങനെ? എറണാകുളത്ത് ആംബുലൻസ് ഡ്രൈവർ ഒരു രാത്രിയിലോ പകലോ ഒരു പേഷ്യന്റിനെ അവിടേക്ക് എത്തിച്ചാൽ എത്രയാ രൂപ എന്നറിയാമോ? 2 ആശുപത്രികളുടെ ഡോക്ടേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു, അവിടെ 10,000 രൂപ, ഒരിടത്ത് വൗച്ചർ കൊടുക്കും 10,000 രൂപ. ഒരു രാത്രി 5 പേഷ്യൻസിനെ എത്തിച്ച 50,000 രൂപ എവിടെ നിന്ന് ഈടാക്കും? പേഷ്യന്റിന്റെ ബില്ലിൽ നിന്ന് ഈടാക്കും. തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രികൾ നൽകുന്നത് 5,000 രൂപ. ഇത് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാണ് കേട്ടോ, ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞാണ്, അതിന് പ്രത്യേക കൗണ്ടർ ഉണ്ട് എന്നുള്ളത്. ഇത് ഈടാക്കുന്നത് രോഗികളുടെ ബില്ലിൽ നിന്ന് ഈടാക്കും. അപ്പൊ എന്താണ് ലാഭം? ഈ ലാഭം എങ്ങനെയാണ് അവർക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുക? ഒരു വർഷം 1,600 കോടി രൂപ കേരളത്തിൽ സർക്കാർ ആശുപത്രിയിൽ ഗവൺമെന്റ്, സംസ്ഥാന സർക്കാർ സൗജന്യ ചികിത്സയ്ക്ക് നൽകുന്നുണ്ട്. 1,600 കോടി രൂപ. 1,600 നമ്മൾ തന്നെ മിനിമം ആയിട്ടുള്ള വില പ്രൈസ് നിശ്ചയിച്ചുകൊണ്ടാണ് 1,600 കണക്കാക്കുന്നത്. അതിന് എത്രയോ ഇരട്ടിയായിരിക്കും സ്വകാര്യ മേഖലയിൽ വരുന്നത്. അപ്പൊ ഇവിടെ സർക്കാർ മേഖലയെ തകർക്കാനുള്ള ഗൂഢശ്രമമാണ്. നമ്മുടെ കൺമുന്നിലുള്ള യാഥാർത്ഥ്യങ്ങൾ നോക്കുക. കോഴഞ്ചേരി ആശുപത്രി, നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങൾ, പത്തനംതിട്ട ആശുപത്രി, കോന്നി മെഡിക്കൽ കോളേജ്, അതുപോലെ അടൂർ ആശുപത്രി, റാന്നി ആശുപത്രി, തിരുവല്ല ആശുപത്രി, ഇത് നമ്മുടെ കൺമുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളാണ്. കൺമുന്നിൽ നമ്മൾ കാണുന്ന യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷെ പറയുന്നതോ കേരളത്തിലെ സർക്കാർ ആരോഗ്യരംഗം തകർന്നു. ഈ സ്റ്റേറ്റ്മെന്റ്
സർക്കാർ ആരോഗ്യരംഗം വെന്റിലേറ്ററിൽ. ഇത് കുത്തകകൾ പ്ലാൻ ചെയ്ത വാചകമാണ് എന്നുള്ളത് നാം ഓർക്കുക. കുത്തകകൾ പ്ലാൻ ചെയ്തതാണ്. ഇങ്ങനെയാണെങ്കിലേ അവർക്ക് ഈസി ആയിട്ട് നടക്കുകയുള്ളൂ അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ. അപ്പൊ കേരളത്തിൽ നമുക്ക് ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ സഹോദരങ്ങളെ, എന്റെ മാതാപിതാക്കളെ. കേരളത്തിലെ സർക്കാർ ആരോഗ്യരംഗത്തെ തകർക്കുവാൻ നമ്മൾ ഒരു ശക്തികളെയും അനുവദിക്കില്ല. നമ്മൾ കേരളത്തിലെ സർക്കാർ സംവിധാനത്തെ കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് സംരക്ഷിക്കും. നമ്മൾ പ്രവർത്തിക്കും. ആരെന്ത് പറഞ്ഞാലും. കോഴഞ്ചേരി ആശുപത്രി നമ്മൾ ചെയ്തില്ലെന്ന് ഇന്നിപ്പോ ആരൊക്കെയോ വാർത്താ സമ്മേളനം നടത്തുന്നതായി പറഞ്ഞു. വാസ്തവത്തിൽ ഇതിന്റെ സംഘാടക വളരെ നിർഭാഗ്യകരമാണ്. ഞാൻ അതിനെക്കുറിച്ച് പറയണമെന്ന് ആഗ്രഹിച്ചില്ല. സംഘാടക സമിതിയിൽ ഉൾപ്പെടെ വിളിച്ചിരുന്നു. അത് മറ്റ് അറിയിപ്പുകൾ കൊടുത്തിരുന്നു. ഇപ്പോഴും പറയുന്നു, നമ്മൾ വികസനത്തിൽ ഒരു വ്യത്യാസവുമില്ല. ഇപ്പോഴും സ്വാഗതം. ഇത് നമ്മുടെ നാടിന് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് ഒരുമിച്ച് എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ചെയ്യാം. കോഴഞ്ചേരി പാലം ഉടനെ തന്നെ യാഥാർത്ഥ്യമാകും. 3.5 വർഷം നമ്മൾ കേസ് നടത്തി. ആ കോഴഞ്ചേരി പാലം ഇപ്പോൾ അവസാന സ്പാനും വാർപ്പ് കഴിഞ്ഞു. ഇന്ന് ആർച്ചിന്റെയും വാർപ്പ് കഴിഞ്ഞു. അപ്പുറത്തെ മാരാമൺ സ്റ്റൈൽ അപ്രോച്ച് റോഡായി, ഇപ്പുറത്തെ അപ്രോച്ച് റോഡും ആകുന്നു. നമ്മുടെ പാലം പണി പൂർത്തിയാവുകയാണ്. കോഴഞ്ചേരിയുടെ എത്രയോ കാലത്തെ സ്വപ്നം നമ്മുടെ സ്കൂൾ, ഹൈസ്കൂൾ 6 കോടി രൂപയ്ക്കാണ്. 6 കോടി രൂപയ്ക്ക് കിഫ്ബിയിലൂടെ അതിമനോഹരമായിട്ട് നമ്മൾ ഇവിടെ നിർമ്മിച്ചു. പാലത്തിന് ഏതാണ്ട് 19-21 കോടി രൂപയ്ക്കാണ് ഈ പാലം യാഥാർത്ഥ്യം ആകുന്നത്. നമ്മുടെ റോഡുകളെല്ലാം കോഴഞ്ചേരി ടൗണിനുള്ളിലും കീഴുകരയിലേക്ക് പോകുന്നതും കോഴഞ്ചേരിയിൽ നിന്ന് മണ്ണാരക്കുളഞ്ഞിയിലേക്ക് പോകുന്നതും അങ്ങനെ എല്ലാ റോഡുകളും BMC ടാറിംഗ് പൂർത്തിയായി. ഇവിടെ ഞാൻ കോഴഞ്ചേരിയിലെ കാര്യം മാത്രമല്ല പറയുന്നത്. അപ്പുറത്ത് നമ്മുടെ കോട്ടപ്പുഴശ്ശേരി എല്ലാ റോഡുകളും, ഞാൻ റോഡുകളുടെ പേര് പറഞ്ഞിട്ട് സമയം കളയുന്നില്ല, കോട്ടപ്പാലം ഉൾപ്പെടെ യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് യാഥാർത്ഥ്യമാക്കിയത് നിങ്ങൾ എല്ലാവരും ചേർന്നാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും ആവശ്യങ്ങളും നിങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളും ഏത് പ്രതിസന്ധിയിലും നമ്മൾ ഒന്നിച്ച് നിങ്ങൾ മുന്നിൽ നിന്ന് നയിച്ചത് കൊണ്ടാണ് നമുക്കിതെല്ലാം യാഥാർത്ഥ്യമാക്കാനായിട്ട് കഴിഞ്ഞത്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ കോഴഞ്ചേരിയുടെ റിംഗ് റോഡ്, പുതിയ കോഴഞ്ചേരിയാണ് ഇത്. കോഴഞ്ചേരി ആശുപത്രി, കോഴഞ്ചേരി പാലം, കോഴഞ്ചേരിയിലെ സ്കൂള്, കോഴഞ്ചേരിയിലെ റോഡുകൾ, ഇനി നമുക്ക് റിംഗ് റോഡ് കൂടി അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ആ റിംഗ് റോഡ് വരുമ്പോൾ ടൗണ് കൂടുതലായിട്ട് വികസിക്കും. നല്ലൊരു വലിയ സാമൂഹിക സാമ്പത്തിക ചലനമുള്ള മേഖല, കൂടുതലായിട്ട് അത് ശക്തിപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് നിങ്ങൾ എല്ലാവരോടും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഇത് നയിച്ചതിന് ഒപ്പം ഇത് തുടർന്നും നിങ്ങൾ ഓരോരുത്തരും നയിക്കുന്നതിന് എല്ലാവരോടും ഹൃദയപൂർവ്വമായിട്ട് നന്ദി അറിയിക്കുന്നു. അപ്പോ ബഹുമാനപ്പെട്ട CM ഇന്ന് ഒരുപാട് പരിപാടികളിലാണ്. CM ഇപ്പൊ ഇനി കണ്ണൂരിലേക്ക് പോകുന്നുണ്ട്. നാളെ രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനമാണ്. നമ്മൾ പക്ഷെ ഓൺലൈനിൽ അദ്ദേഹം വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. എല്ലാവർക്കും നന്മകൾ നേരുന്നു. എല്ലാവരോടും എന്റെ ഹൃദയത്തോട് ചേർത്ത് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഇതിനുവേണ്ടി എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും സ്വപ്നങ്ങൾ നമ്മൾ ഒരുമിച്ച് പങ്കിട്ടു. ഒരുമിച്ച് എല്ലാവരും നമ്മൾ അധ്വാനിച്ചപ്പോൾ എല്ലാവരോടും സ്നേഹവും ആദരവും അറിയിക്കുന്നു. അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് ടീമും DHSന്റെ ഡയറക്ടർ ഡോക്ടർ റീന ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള ടീം ഓരോ കാര്യവും ഇതിനെല്ലാം നടത്തി. ടീമിന് എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.